ബിസിനസ് പങ്കാളികളായ മൂന്ന് സുഹൃത്തുക്കൾ കടൽക്കരയിൽ ഒത്തുകൂടി. ദൂരേക്ക് അകന്നകന്നു പോകുന്ന തങ്ങളുടെ ചരക്ക് കപ്പലുകൾ കണ്ട് അവർ സന്തോഷം പൂണ്ടു. കപ്പലുകൾ കണ്ണിൽ നിന്ന് അകന്നപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, നമുക്കൊരു പന്തയം വെച്ചാലോ? പന്തയമോ? മറ്റുള്ളവരുടെ കണ്ണുകളിൽ ആകാംക്ഷ മിന്നിമറഞ്ഞു. അതെ, പന്തയം. ഒരാൾ മനുഷ്യരുമായി ഇടപഴകാതെ, മിണ്ടാതെ, കാണാതെ 25 വർഷം അടച്ചിട്ട ഒരു മുറിക്കുള്ളിൽ താമസിക്കണം. ആ കാലയളവിൽ അയാളുടെ മറ്റെല്ലാ ആവശ്യങ്ങളും നമ്മൾ നിറവേറ്റിക്കൊടുക്കും. മറിച്ച് ഒരു മനുഷ്യനെപ്പോലും കാണാനോ കേൾക്കാനോ സംസാരിക്കാനോ ഉള്ള അവസരം ഉണ്ടാവില്ല. നമ്മൾ പറഞ്ഞ പ്രകാരം പന്തയം പൂർത്തിയാക്കിയാൽ നമ്മൾ അയാൾക്ക് 50 കോടി രൂപ നൽകും. അയാൾ പ്രതീക്ഷയോടെ മറ്റു സുഹൃത്തുക്കളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. അവരിൽ അവിശ്വസനീയത മുറ്റി നിന്നിരുന്നു. ഇന്നു തന്നെ നമുക്ക് പത്രങ്ങളിലും മറ്റും പരസ്യം ചെയ്യാം. മറ്റുള്ളവർക്കും ഈ പന്തയം ഏറെ ബോധിച്ചു. അവർ ഒരുമിച്ച് പരസ്യ പ്രവർത്തനങ്ങളിൽ മുഴുകി. പിന്നീട് ഒരുപാട് പേർ പത്രപരസ്യം കണ്ട് പ്രതീക്ഷയോടെ വന്നു. പക്ഷേ നിബന്ധനകൾ അവർ പിന്മാറി. കൂട്ടത്തിൽ വളരെ പാവപ്പെട്ടവനായ ഒരാൾ ഉണ്ടായിരുന്നു. അയാളിൽ ദാരിദ്ര്യവും ദുഃഖവും തളം കെട്ടി നിന്നു. ഒരുപാട് നേരം ആലോചിച്ച ശേഷം ഞാൻ തയ്യാറാണ് എന്ന് ശക്തിയുക്തം ആ മനുഷ്യൻ അറിയിച്ചു. ഇന്നേ വരെ നല്ലതായ ഒന്നും സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അയാൾക്ക് ഇതൊരു നല്ല അവസരമായാണ് തോന്നിയത്. എത്ര വർഷം ജോലി ചെയ്താലും ഇത്രയും തുക സമ്പാദിക്കാൻ പറ്റില്ലെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു. അയാൾ മുന്നോട്ട് ആത്മവിശ്വാസത്തോടെ വന്നപ്പോൾ സുഹൃത്തുക്കൾക്ക് ഞെട്ടലുണ്ടായി. അവരത് പുറത്തു പ്രകടിപ്പിക്കാതെ പന്തയത്തിന്റെ ചട്ടങ്ങളെക്കുറിച്ച് വാചാലരായി. നിബന്ധനകൾ അയാളിൽ യാതൊരു ഭാവവ്യത്യാസവും വരുത്തിയില്ല എന്നതാണ് ശരി. അങ്ങനെ പിറ്റേ ദിവസം തന്നെ പന്തയം ആരംഭിച്ചു. മനോഹരമായ ആ വീടിൻ്റെ ഉള്ളറകളിലെ ഒരു വലിയ മുറിയിൽ അയാൾ തളയ്ക്കപ്പെട്ടു. കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലും ജനലുകളും, പുറം ലോകം, കാഴ്ചകൾ, മനുഷ്യന്റെ ഗന്ധം, ശബ്ദം, സ്പർശം എല്ലാം നിഷിദ്ധം. പന്തയം അതിൻ്റെ മുറ പോലെ, ചട്ടങ്ങളും അതുപോലെ തന്നെ. ആദ്യ ദിവസം അയാളെ സംബന്ധിച്ച് വളരെ ഉഷാറായിരുന്നു. ആ വലിയ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയും തൻ്റെ ആവശ്യങ്ങൾ ഒരു കടലാസിലെഴുതി ജനാലയുടെ ചെറിയ ദ്വാരത്തിലൂടെ പുറത്തേക്കിടുകയും ചെയ്തു. തുടക്കത്തിൽ ഇതുവരെ ഇടാത്ത വസ്ത്രങ്ങളായിരുന്നു അയാളുടെ പ്രധാന ആവശ്യം, റോയൽ ഡ്രസ്സസ്. ആരും കാണാനില്ലെങ്കിലും വില കൂടിയ വസ്ത്രങ്ങളും വില കൂടിയ ഭക്ഷണ സാമഗ്രികളും മദ്യവും അയാൾ ഓർഡർ ചെയ്തുകൊണ്ടേയിരുന്നു. അടച്ചിട്ട ആ മുറിയിൽ ഒരു രാജാകുമാരനെ പോലെ വില കൂടിയ വസ്ത്രങ്ങളും ഭക്ഷണവും മദ്യങ്ങളും അയാളെ മതോന്മത്തനാക്കി. പിന്നീടുള്ള ദിവസങ്ങളിലും വളരെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ഭക്ഷണവും മദ്യവും അയാളെ തിരക്കി ആ മുറിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ മാസങ്ങളും മാസങ്ങൾ വർഷങ്ങളുമായി. പതുക്കെ ബോറടിക്കാൻ തുടങ്ങിയ മനുഷ്യൻ പുസ്തകങ്ങൾ ആവശ്യപ്പെടാൻ തുടങ്ങി. തുടക്കത്തിൽ കഥകളായിരുന്നു അയാൾക്ക് ഏറെ പ്രിയം. പിന്നീട് നോവൽ, നാടകം, ആത്മകഥകൾ, ജീവചരിത്രം, അങ്ങനെ പിന്നെ കവിതകളായി. ലോകത്തുള്ള നാനാവിധ കവിതകൾ വഴിമാറി ചരിത്ര പുസ്തകങ്ങളായി. പിന്നീട് തത്വജ്ഞാനവും. അതിനിടയിൽ ഭക്ഷണത്തോടുള്ള താല്പര്യം കുറഞ്ഞു, മദ്യത്തോടും. വസ്ത്രങ്ങൾ പിന്നീട് ആവശ്യപ്പെടാതെയായി. വർഷങ്ങൾ അയാളെയും കൊണ്ട് ഓടുകയായിരുന്നു. 25 വർഷങ്ങൾ. അങ്ങനെ ആ സുദിനം വന്നു. പക്ഷേ പ്രതീക്ഷകൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. നമ്മൾ ഒന്ന് വിചാരിക്കുന്നു, മറ്റൊന്ന് നടക്കുന്നു. ഇതിനിടയിൽ ബിസിനസ് പങ്കാളികളായ 3 പേരുടെയും ബിസിനസ് എല്ലാം പൊളിഞ്ഞ് പാപ്പരായി. അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് പോവാനാവാതെ കുഴങ്ങി. സാമ്പത്തിക പ്രതിസന്ധികൾ അവരെ വല്ലാതെ ഉലച്ചു. അപ്പോഴാണ് തങ്ങളാൽ മുറിയിൽ അടയ്ക്കപ്പെട്ട ആ മനുഷ്യനെക്കുറിച്ച് അവരോർത്തത്. നഷ്ടപ്പെടുത്തിയ അയാളുടെ 25 വർഷങ്ങൾ. അവരാകെ പകച്ചു. എന്തു ചെയ്യും? എന്തു സമാധാനമാണ് അയാളോട് പറയാൻ സാധിക്കുക? ഓർക്കും തോറും അവർ ഭയന്നു വിറച്ചു. ഒടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി. അന്ന് നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. എന്നിട്ട് അയാളുടെ മദ്യത്തിൽ വിഷം ചേർത്ത് കൊല്ലുകയുമാവാം. അവർ ആ ഉറച്ച തീരുമാനത്തിലെത്തി. അങ്ങനെ ആ അവസാന ദിവസം വന്നെത്തി. ആ വലിയ മുറി ഒരു വലിയ ശബ്ദത്തോടെ മലർക്കെ തുറക്കപ്പെട്ടു.
അവിടെ നിന്ന് അതാ ഒരാൾ വീടിൻ്റെ ഭക്ഷണവും മദ്യവും വിളമ്പിയ ഹാളിലേക്ക് പ്രവേശിച്ചു. 3 സുഹൃത്തുക്കളും തങ്ങളുടെ നിരാശകൾ പുറത്തു കാണിക്കാതെ അയാളെ ഊൺമേശയിലേക്ക് ആനയിച്ചു. നിറഞ്ഞ മദ്യചഷകങ്ങൾ. സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞു, സുഹൃത്തെ, ഇന്നത്തോടെ നമ്മുടെ പന്തയം അവസാനിക്കുന്നു. നമ്മൾ ഇന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പിരിയും. പിരിഞ്ഞു പോകുമ്പോൾ അങ്ങയ്ക്കുള്ള 50 കോടി രൂപ മൊത്തമായും തരും. ഇത് പറഞ്ഞ് മദ്യചഷകമെടുത്ത് അവർ അയാൾക്ക് നേരെ നീട്ടി. പക്ഷേ അയാൾ ആ മദ്യം വാങ്ങാൻ കൂട്ടാക്കിയില്ല. പകരം ഭവ്യത നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കിയിട്ട് ആ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എന്നോട് എത്ര വലിയ മഹത്വമാർന്ന പ്രവൃത്തിയാണ് ചെയ്തത്. ഒരായുസ് കൊണ്ട് വായിച്ചു തീർക്കേണ്ട പുസ്തകങ്ങളെല്ലാം ഞാൻ വായിച്ചു. എനിക്കിനി ഒരു പണത്തിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ ആ പണം എനിക്കിനി വേണ്ട. ഞാൻ പുതിയൊരു മനുഷ്യനാണ്. ഈ പുസ്തകങ്ങൾ എന്നെ പുതിയ മനുഷ്യനാക്കി. നിങ്ങൾക്കെൻ്റെ നന്ദി മാത്രം. ഇപ്രകാരം പറഞ്ഞ് അയാൾ ആ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ആ സുഹൃത്തുക്കൾ നിറഞ്ഞ കണ്ണുകളോടെ ആ മനുഷ്യൻ പോയ ദിക്കിലേക്ക് നോക്കി നിന്നു അതിശയത്തോടെ.